കേന്ദ്ര സർവീസിൽ പോയി 18 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തി സുപ്രധാന ചുമതലയേൽക്കുന്ന റവാഡ ചന്ദ്രശേഖറെ കാത്തിരിക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവാദമാണ്. UPSC നൽകിയ ചുരുക്കപ്പട്ടികയിലെ 3 പേരിൽ ഭേദം റവാഡ എന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത്. സർക്കാർ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയെങ്കിലും കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിലെ റവാഡയുടെ ബന്ധം ഓർമ്മിപ്പിക്കുകയാണ് P. ജയരാജൻ. കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നും മുറിപ്പാടായി നിൽക്കുന്ന 94-ലെ കൂത്തുപറമ്പ് വെടിവയ്പ്. 5 DYFI പ്രവർത്തകർ വെടിയേറ്റു മരിച്ചു. കഴുത്തിന് വെടിയേറ്റു തളർന്ന ശരീരവുമായി പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി 30 വർഷം കിടന്നു. CPM-ന് ഒരിക്കലും തീരാത്ത നോവായി കൂത്തുപറമ്പ് വെടിവയ്പ് മാറിയപ്പോൾ പ്രതിസ്ഥാനത്ത് നിന്നത് തലശ്ശേരി ASP ആയി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ എന്ന യുവ IPS ഉദ്യോഗസ്ഥൻ. പിന്നീട് വന്ന EK നായനാർ സർക്കാർ റവാഡയെ പ്രതിയാക്കി കുറ്റപത്രം ഫയൽ ചെയ്തു. 2 ദിവസം മാത്രം സർവീസുള്ള ASP-യുടെ തലയിൽ വെടിവയ്പ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അടിച്ചേൽപ്പിച്ച നടപടിയെ വിമർശിച്ച് പിന്നീട് പല മുതിർന്ന IPS ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയപ്പോൾ ഇടതു സർക്കാർ എങ്ങനെ പച്ചക്കൊടി വീശുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. ആശയക്കുഴപ്പം നീണ്ടപ്പോൾ 3 പേരുകൾക്കുമപ്പുറം UPSC പട്ടികയ്ക്ക് പുറത്ത് ഇൻചാർജ് DGP പദവിക്ക് വേണ്ടി സർക്കാർ നീക്കം നടത്തിയെങ്കിലും നടന്നില്ല. ഒടുവിൽ കൂത്തുപറമ്പ് കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയ IPS ഉദ്യോഗസ്ഥനെ തന്നെ പോലീസ് മേധാവിയാക്കുക എന്ന രാഷ്ട്രീയ തീരുമാനമാണ് പിണറായി സർക്കാർ എടുത്തത്. മന്ത്രിസഭാ യോഗത്തിൽ 3 പേരുടെയും സർവീസ് ചരിത്രം പറഞ്ഞ മുഖ്യമന്ത്രി തമ്മിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ എന്ന വിലയിരുത്തലും നടത്തി. പക്ഷേ കൂത്തുപറമ്പിലുണ്ടായ മുറിവിന്റെ ചോരപ്പാട് ഉണങ്ങിയിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് P. ജയരാജൻ. സമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് റവാഡ ചന്ദ്രശേഖറിന് കൊടുക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം സർക്കാർ തീരുമാനം പാർട്ടി അംഗീകരിക്കുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല. കൂത്തുപറമ്പ് കേസ് മാറ്റി നിർത്തിയാൽ സർവീസ് കാലയളവിലുടനീളം സ്തുത്യർഹ സേവനം കാഴ്ചവെക്കുകയും IB സ്പെഷ്യൽ ഡയറക്ടർ എന്ന നിർണായക പദവിയും വഹിച്ച ശേഷമാണ് റവാഡ കേരളത്തിൽ വരുന്നത്. തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാരിച്ച ഉത്തരവാദിത്തം റവാഡയെ തേടിയെത്തിയത്. ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ ഉണ്ടായാലും ഇനിയുള്ള 2 വർഷക്കാലം കേരളത്തിലെ പോലീസ് തലപ്പത്ത് റവാഡ ചന്ദ്രശേഖർ ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.